തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ ചില വാർഡുകളിൽ CPM എതിരില്ലാതെ ജയിച്ചു എന്നാണ് സൈബർ ഹാൻഡിലുകളിൽ CPM പ്രവർത്തകരുടെയും സൈബർ അണികളുടെയും വ്യാപകമായ വീമ്പിളക്കൽ. മലപ്പട്ടം പോലെയുള്ള പഞ്ചായത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിക്കാതെ നേടിയ ജയം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നേടിയ ജയമാണെന്ന് CPMകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. 2015 20ഓളം സീറ്റുകളിൽ എതിരില്ലാതെ ജയിച്ച CPMന് ഇത്തവണ 4ഓ 5ഓ സീറ്റുകളിൽ മാത്രമാണ് അത്തരത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. CPMന്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് ഈച്ച പോലും കടന്നു കയറാൻ ഒരു കാലത്ത് തയ്യാറാകാതിരുന്ന പാർട്ടി ഗ്രാമങ്ങളിലേക്ക് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരൻ, അത് കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും BJPക്കാരനും കടന്നു ചെന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യമില്ല. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ തെരഞ്ഞെടുപ്പുകളില്ല. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യവും തെരഞ്ഞെടുപ്പുമെല്ലാം കശാപ്പ് ചെയ്ത് CPM പറയുന്ന രൂപത്തിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് CPMകാരൻ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കടന്നു കയറാൻ, എതിരാളികൾക്ക് കടന്നു കയറാൻ നിങ്ങൾ അനുവദിക്കാത്ത പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ത്രിവർണ പതാക പിടിച്ചു കടന്നു വരാൻ കോൺഗ്രസിന്റെ ചുണക്കുട്ടന്മാർ തയ്യാറാകുമെന്ന കാര്യത്തിലും നിങ്ങൾക്ക് തർക്കം വേണ്ട. എന്തായാലും മലപ്പട്ടം പോലെയുള്ള പഞ്ചായത്തുകളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തുന്നു, സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്നു. ബൂത്തുകളിൽ ബൂത്ത് ഏജന്റിനെ ഇരിക്കാൻ സമ്മതിക്കാത്ത ബൂത്തുകളുണ്ട്. കണ്ണൂർ ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ ബൂത്ത് ഏജന്റായി ഇരുന്നാൽ അവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രൂരമായി ആക്രമിക്കുന്ന, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ബൂത്തിൽ ചെല്ലാൻ കഴിയാത്ത, ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും കണ്ണൂർ ജില്ലകളിലുണ്ട്. അത്തരം പ്രദേശങ്ങൾ CPMന്റെ കരാള ഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനം കണ്ണൂരിൽ പലയിടത്തും ഇത്തവണ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. CPMകാരനല്ലാതെ മറ്റൊരാൾക്കും മത്സരിക്കാൻ കഴിയാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ സധൈര്യം UDFന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. അവിടങ്ങളിലും മത്സരം നടക്കുകയാണ്. ജനാധിപത്യത്തിന്റെ പ്രാണവായു അത്തരം പാർട്ടി ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ശ്വസിക്കാനുള്ള അവകാശമുണ്ടെന്ന് CPMകാരന്റെ മുഖത്തു നോക്കി പറയാൻ ചങ്കൂറ്റം കാണിച്ച, തന്റെ ഇടമുള്ള, നട്ടലുള്ള ആണും പെണ്ണും ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് ഇനിയെങ്കിലും CPMകാരൻ മനസ്സിലാക്കണം. 2025 തെരഞ്ഞെടുപ്പിന് ശേഷം 2030 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. എഴുതി വെക്കാം CPMകാരൻ, നിങ്ങൾക്ക് 2030 CPMകാർക്ക് എതിരാളികളില്ലാത്ത ഒരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടാവില്ല. CPMന്റെ മുഴുവൻ പാർട്ടി ഗ്രാമങ്ങളിലും ജനാധിപത്യ രൂപത്തിൽ തച്ചുടക്കുന്ന സംവിധാനം കേരളത്തിൽ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. മലപ്പട്ടത്ത് മറ്റിടങ്ങളിൽ ഗാന്ധി സ്തൂപം സ്ഥാപിക്കുന്നതിനെതിരെ അടക്കം പ്രതിഷേധം തീർത്ത, പ്രതികരണം നടത്തിയ CPMന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ച് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നുകയറി അവിടെ ജനാധിപത്യത്തിന്റെ പൊൻവെളിച്ചമിത്രാൻ, അവിടെ മതേതരത്വത്തിന്റെ പ്രാണവായു ശ്വസിപ്പിക്കാൻ കോൺഗ്രസ് ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്.